KSU ക്യാമ്പിലെ തമ്മിത്തല്ലിൽ KSU നേതൃത്വത്തിന് വീഴ്ചയെന്ന് KPCC അന്വേഷണ കമ്മീഷൻ. ഗുരുതര അച്ചടക്ക ലംഘനം നടന്നുവെന്നും തമ്മിൽ തല്ല് ഉണ്ടായെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൃപൻ നൽകും. നൃപൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനു, 3 അംഗ കമ്മീഷനെയാണ് KPCC പ്രസിഡന്റ് നേരത്തെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ കൈരളി ന്യൂസ് ഈ വിഷ്വലുകൾ, ഈ ദൃശ്യങ്ങൾ, അകത്ത് സംഘടന നടക്കുന്നതിന്റെയും പരസ്പരം ഈ കാര്യത്തിൽ ഏറ്റുമുട്ടൽ നടത്തുന്നതിന്റെയും ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചോരക്കറ അടക്കമുള്ള ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് KPCC അധ്യക്ഷൻ നേരിട്ട് കമ്മീഷനെ തന്നെ നിയോഗിച്ചത്. പഴകുളം മധുവും MM നസീറും AK ശശിയുമായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. കമ്മീഷൻ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി നാളെയാണ് KPCC അധ്യക്ഷന് കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ പ്രാഥമിക നിഗമനത്തിൽ തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനം ഉണ്ടായി എന്നതാണ് കമ്മീഷന്റെ കണ്ടെത്തൽ പറയുന്നത്. ആ തമ്മിൽ തല്ല് ഈ പറയുന്ന KSUവിന്റെ പഠന ക്യാമ്പിൽ ഉണ്ടായി എന്ന കാര്യം സ്ഥിരീകരണവും കമ്മീഷൻ നടത്തുന്നു. നേരത്തെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ അങ്ങനെ ഒരു വാക്കുതർക്കം ഉണ്ടായതല്ലാതെ ഈ തമ്മിലടിച്ച് പരിക്കേക്കുന്ന തരത്തിലേക്കുള്ള കൂട്ടയടി ഉണ്ടായില്ല എന്ന ന്യായീകരണമാണ് നടത്തിയത്. പക്ഷെ കമ്മീഷൻ അത് പൂർണ്ണമായി തള്ളി. ഒപ്പം തന്നെ KPCCയോട് കൂടിയാലോചിക്കാതെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എന്ന ഗുരുതരമായ കുറ്റവും ഇപ്പോൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഭാവി പരിപാടികൾ KPCCയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും മാത്രമായിരിക്കും KSUവിന്റെ പരിപാടി എന്ന നിർദ്ദേശവും കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KSU സംസ്ഥാന പ്രസിഡന്റിന്റെ വാദം പൂർണ്ണമായി കമ്മീഷൻ തള്ളിയിട്ടുണ്ട്. അത് KPCC പ്രസിഡന്റിനെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്ന് അലോഷ്യ പറഞ്ഞിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് K.സുധാകരൻ പങ്കെടുക്കാത്തത് എന്താണെന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് അലോഷ്യ പറഞ്ഞത്. പക്ഷെ അതല്ല വാസ്തവം. KPCC പ്രസിഡന്റിനെ ഈ ക്യാമ്പിലേക്ക് KSUവിന്റെ ഭാരവാഹികൾ ക്ഷണിച്ചിട്ടില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇത് വിഭാഗീയത ഭാഗമാണ് എന്നതാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. നിലവിലെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് VD സതീശനോട് അടുപ്പം പുലർത്തുന്ന ആളാണ്. KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും ഗ്രൂപ്പുകാരനായ അലോഷ്യസ് സേവിയർ KPCC അധ്യക്ഷനായിട്ടുള്ള K.സുധാകരനെ ഈ പറഞ്ഞ പഠന ക്യാമ്പിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ക്യാമ്പിന്റെ നടത്തിപ്പിൽ സംസ്ഥാന നേതൃത്വത്തിന് ഗുരുതരമായ പരാജയമാണ് സംഭവിച്ചത്. വലിയ പരാജയം സംഭവിച്ചു. സംഘാടകത്തിൽ പിഴവുണ്ടായി. സംസ്ഥാന ഭാരവാഹികൾ തന്നെ സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലുമുണ്ട്. ആ ക്യാമ്പ് നടത്തിപ്പ് KPCCയുമായി ഒരു തരത്തിലും ആലോചിച്ചിട്ടില്ല. K.സുധാകരനെ ക്ഷണിച്ചിരുന്നു എന്ന അലോഷ്യസ് സേവറിന്റെ വാദവും തള്ളുന്നു. അതുകൊണ്ട് കൈരളി ന്യൂസ് രാവിലെ തന്നെ പുറത്തുവിട്ട വാർത്ത പൂർണ്ണമായും KPCC സ്ഥിരീകരിച്ചു. അതിനുശേഷം VD സതീശൻ അത് സമ്മതിച്ചു. ഇപ്പോൾ അന്വേഷണ കമ്മീഷനും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള കൂട്ടയടി ഉണ്ടായി. KSUവിന്റെ സംസ്ഥാന നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. നാളെയാണ് റിപ്പോർട്ട് K.സുധാകരനെ കമ്മീഷൻ സമർപ്പിക്കുക. ബിനു, KSU ക്യാമ്പിലെ തമ്മിൽ തല്ലിൽ KSU നേതൃത്വത്തിന് വീഴ്ചയെന്ന് KPCC അന്വേഷണ കമ്മീഷൻ. ഗുരുതര അച്ചടക്ക ലംഘനം നടന്നുവെന്നും തമ്മിൽ തല്ലുണ്ടായെന്നും കമ്മീഷൻ. വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.